ഓറലൂടെ അഗ്രഹാൻകളെ അടിസ്ഥാനമാക്കിയാണു വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതു. പ്രൊഫഷണലിസം പ്രകടിപ്പിക്കാൻ ആർക്കും വസ്ത്രം ധരിക്കാം, അല്ലെങ്കിൽ അവരുടെ സുഖസൗകര്യങ്ങൾക്കായി വിശ്രമത്തോടെ വസ്ത്രം ധരിക്കാം. മറ്റുള്ളവർക്കു എന്താണു നിലനിൽക്കുന്നതെന്നു ചോദ്യം ചെയ്യാൻ വ്യത്യസ്തമായ എന്തെങ്കിലും ധരിക്കാം. വസ്ത്രധാരണം എന്നതു ആന്തരിക മൂല്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു ചർച്ചയാണു. അതുപോൽ തന്നെ ബാഹ്യ സമ്മർദ്ദങ്ങളും. വർണ്ണ സിദ്ധാന്തവും ആത്മവിശ്വാസത്തിൽ അതിന്റെ സ്വാധീനവും വർണ്ണ സിദ്ധാന്തം കാഴ്ചയായി മാത്രമല്ല, അതിനു നാഡി വൈകാരിക സ്വാധീനവുമുണ്ട്. ശാസ്ത്രീയ അന്വേഷണത്തെ അടിസ്ഥാനമാക്കി നിറം പോലുള്ള ദൃശ്യ ഉത്തേജനങ്ങൾക്കു വൈകാരിക പ്രോസസ്സിംഗ് എന്നു ഉത്തരവാദിയായ മനുഷ്യ തലച്ചോറിന്റെ ഭാഗമായ അമിഗ്ഡലയിൽ പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന നിറങ്ങളെ തിരിച്ചറിയുന്ന ഒരു വർണ്ണ വിശകലനം നമ്മുടെ ഉള്ളിൽ സൗന്ദര്യബോധം വളർത്തിയെടുക്കാൻ സഹായിക്കും. വ്യക്തികൾ മനോഹരമായ നിറങ്ങൾ ധരിക്കുമ്പോൾ അതു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, അതിനാൽ കൂടുതൽ ആകർഷകമായി കാണപ്പെടും. കൂടാതെ നിറങ്ങൾ സൂക്ഷ്മമായ സന്ദേശങ്ങൾ നൽകുന്നു. ചില നിറങ്ങൾ സങ്കീർണ്ണതയും ഗൗരവവും നൽകുന്നു, അതേസമയം മറ്റു ചിലതു തരുണ മനസ്സിനെയും സർഗാത്മകതയെയും സൂചിപ്പിക്കുന്നു. മഞ്ഞയോ പച്ചയോ പോലുള്ള സൂക്ഷ്മ നിറങ്ങൾ പോലും ഓറലൂടെ കാഴ്ചപ്പാടിനെ മികച്ച രീതിയിൽ സ്വാധീനിക്കാനും വസ്ത്രങ്ങളോടുള്ള വൈകാരിക പ്രതികരണത്തെ ഊന്നിപ്പറയാനും സഹായിക്കും. വർണ്ണ സിദ്ധാന്തം മനസ്സിലാക്കുന്നതു വ്യക്തികൾക്കു ആന്തരിക അവസ്ഥകളെയും ബാഹ്യ ഇടപെടലുകളെയും ആത്മവിശ്വാസത്തോടെ നയിക്കാൻ ഒരു ഉപകരണം സജ്ജമാക്കുന്നു. എന്നിരുന്നാലും നിറത്തിന്റെ മാനസിക ആഘാതം അമിതമായി പറയാമെന്നു വിമർശകർ വാദിക്കുന്നു. വ്യക്തികൾക്കിടയിൽ വർണ്ണ ഫലങ്ങൾ ഗണ്യമായി വ്യത്യാസപ്പെടും, കൂടാതെ സന്ദർഭം, സാംസ്കാരിക പശ്ചാത്തലം, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയാൽ പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്നു. വർണ്ണ വിശകലനം നടത്തുന്നതു ആളുകളെ സ്വയം നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു, പ്രത്യേകിച്ചു ചർമ്മത്തിന്റെയും മുടിയുടെയും നിറം പോലുള്ള ശാരീരിക സവിശേഷതകളുമായി വർണ്ണ തിരഞ്ഞെടുപ്പുകളെ ബന്ധപ്പെടുത്തുമ്പോൾ.